ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സേവനത്തിനായി 16 ഓഫീസുകളും 300-ലധികം ജീവനക്കാരുമാണ് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരുക്കിയിരിക്കുന്നത്. കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധി ഓഫീസുകളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിസ, സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ കോടതി കയറി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ UAE-യിലുള്ള പ്രവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. എപ്പോഴാണ് ഏറ്റവും മികച്ച സേവനം ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് ആർക്കും ഉറപ്പില്ല. മാത്രമല്ല, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ താമസിക്കുന്ന വീടിന്റെ അടുത്തോ ഒക്കെ എപ്പോൾ ഇത്തരത്തിൽ സേവനം ലഭിക്കും, അക്കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും കഴിഞ്ഞ ജൂൺ 30-നാണ് അതുവരെ സർവീസ് നൽകിയിരുന്ന BLS IVS എന്ന് പറയുന്ന സ്ഥാപനങ്ങളുമായുള്ള കരാർ അവസാനിക്കുന്നത്. പക്ഷേ അതിനുശേഷം ജൂലൈ 1 മുതൽ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് സർവീസ് നൽകേണ്ടിയിരുന്നത്. അതിന് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് പൂർണ്ണ സജ്ജവുമായിരുന്നു. UAE-യിൽ പല ഭാഗങ്ങളിലായി ഏതാണ്ട് 16 ഓഫീസുകൾ തുറന്നു, 300-ലധികം ജീവനക്കാരെ വിന്യസിച്ചു, സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി, സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള എല്ലാ അനുമതികളും വാങ്ങിയിരുന്നു. മാത്രമല്ല, ജൂൺ 1-ന് ഈ ഓഫീസുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ച് പരിശീലനവും പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ അപ്പോഴാണ് പരാതിക്കാർ കോടതിയിൽ പോകുന്നതും ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുന്നതും. നിലവിൽ ഇപ്പോൾ സർവീസ് നൽകുന്നത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും മാത്രമാണ്. അവിടെ ആളുകൾക്ക് വലിയ തിരക്ക്, കാത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്താൽ പോലും പലപ്പോഴും ദിവസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം. അടിയന്തര സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെയൊക്കെ നൽകാൻ കഴിയുന്നത്, ജീവനക്കാരുടെ പരിമിതിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. ഏതായാലും ഇനി സുപ്രീം കോടതിയെ സമീപിച്ച് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു അനുകൂല വിധി വാങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ. ഏതായാലും എത്രയും പെട്ടെന്ന് ഏറ്റവും മികച്ച സേവനം ലഭിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.